നാളെ ഞങ്ങൾക്ക് വർക്ക് മൂവാറ്റുപുഴയാണ്. അപ്പം ഞാനും ഗൗരിയും ആര്യയും കൂടിയാണ് ഇന്ന് പോകുന്നത്. അപ്പം പോകുന്ന വഴിയിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. മഴയും പെരുന്നാളും എല്ലാം കൂടെ ആയിട്ട് അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് നല്ല ലേറ്റായി. ഇവിടുന്ന് ഒരു 8 o'clock ആയപ്പോഴാണ് ഇറങ്ങിയെങ്കിലും ഞങ്ങൾ അവിടെ എത്താൻ നല്ല ടൈം എടുത്തു. ഒരു 9 o'clock ആയി, 9:10 ആയി ഞങ്ങളവിടെ എത്തി. ഇപ്പം കമ്പനി ഹോട്ടലിലായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് സ്റ്റേ. ഞങ്ങൾ സാധനങ്ങൾ ഓരോന്നോരോന്നായി അൺലോഡ് ചെയ്ത് ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 ബ്രൈഡും അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ചുള്ളത് കൊണ്ട് ഞങ്ങളൊരു കുറച്ച് ടൈം എടുത്തു അൺലോഡ് ചെയ്യാൻ. ഞങ്ങൾ റൂമിൽ എത്തിയപ്പം ഓൾമോസ്റ്റ് 10 to 10:30 ആയി. അപ്പം ഞങ്ങൾക്ക് ലഗേജും ഉണ്ട് മേക്കപ്പിൻ്റെ. റൂമിലെത്തി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു, ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉറങ്ങിപ്പോയി. രാവിലെ ഒരു 5:30 3:30 ആയപ്പോഴത്തേനും ബ്രൈഡ് വന്നു. ഫസ്റ്റ് ബ്രൈഡ് ആൽഫിയായിരുന്നു. ആൽഫീനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 6 o'clock ആയപ്പോഴത്തേനും റെഡിയാക്കി വിടേണ്ടതായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു അത്യാവശ്യം സ്പീഡിൽ തന്നെ ചെയ്ത് 6 മണിയായപ്പോഴത്തേനും ആൽഫിനെ പറഞ്ഞു വിട്ടു. ആൽഫിക്ക് ഇന്ന് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് മന്ത്രകോടി ഡ്രേപ്പിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിനും ഉച്ച കഴിഞ്ഞ് പോകണമുള്ളതുകൊണ്ട് അടുത്ത ബ്രൈഡ് അപ്പോഴത്തേനും 7 മണി 7:30 ആയപ്പോഴത്തേനും അടുത്ത ബ്രൈഡ് സാറ എത്തി. സാറ നമ്മുടെ അവിടെ തന്നെയായിരുന്നു കോസ്റ്റ്യൂമും ചെയ്യിപ്പിച്ചിരുന്നത്. സാറേനെ ഒരു 10 o'clock ആയപ്പം സാറേനെ നമ്മൾ ഒരുക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊടുപുഴയ്ക്ക് പോയി മന്ത്രകോടി ഡ്രേപ്പിങ്ങിന് വേണ്ടി. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് സ്റ്റേജിലെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കോസ്റ്റ്യൂം നമ്മുടെ ഇവിടുന്ന് മേടിച്ച ഒരാളെ അവിടെ കാണാൻ പറ്റി. നമ്മുടെ